മുള്ളിയങ്കിരിത്തെ കാഴ്ചകൾ കണ്ട് നമ്മൾ നേരെ പോണത് ഇനി ചിക്കമംഗളൂർ ടൗണിക്കാണ്. ഇവിടെ നിന്ന് 70 കിലോമീറ്റർ ഉണ്ട് ചിക്കമംഗളൂർ ടൗണിക്ക്. ടൗണിലെത്തി നല്ല റൂമൊക്കെ കണ്ടുപിടിച്ച് റൂമിന്റെ ചാവി വാങ്ങിയാണ് നമ്മൾ നേരെ റൂമിൽ കണ്ടു. ഉച്ചക്ക് ചോറ് തിന്നതിന് ശേഷം പിന്നെ നമ്മൾ കാര്യമായിട്ട് ഒന്നും തിന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഹോട്ടലിലാണ് പോയിക്കാണ്ട് 3 പീസ് ബ്രോസ്റ്റ്, പിന്നെ അവിടെ നീ കാണുന്ന ഹോട്ടലിൽ കയറിക്കാണ്ട് പൊറാട്ടയും വാങ്ങി. ഇതാണ് നമ്മൾ അവിടുന്ന് വാങ്ങിയ ബ്രോസ്റ്റ്. സാധനം 10 കഴിക്കണ്ടായിരുന്നില്ല. പിന്നെ ഈ കാണുന്ന ഈ ഒരു പൊറാട്ടയ്ക്ക് എത്ര റുപ്യ തരാം? 30 റുപ്യ. പിന്നെ പൊറാട്ട വാങ്ങി കൊടുത്തതിന് നമ്മൾ 160 റുപ്യക്ക് മുട്ടക്കറി വാങ്ങി നിട്ടാ. അങ്ങനെ അതെല്ലാം തിന്ന് പള്ളിയിലാക്കി പിറ്റേ ദിവസം രാവിലെ നീ ഫ്രഷ് ആയിട്ട് ഇനി നമുക്ക് നേരെ ഒറ്റ പുറത്താണ് നാട്ടിൽ. നമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് നേരെ വണ്ടി കയറി ചിക്കമംഗളൂർ ടു തിരൂര് മാപ്പ് ഇട്ടിട്ടാ. ഇവിടുന്ന് ഇനി ഏകദേശം 365 കിലോമീറ്റർ ഉണ്ട് ഇട്ടാ. നമ്മൾ മാംഗ്ലൂരിൽ നിന്ന് ചിക്കമംഗളൂർക്ക് വന്ന റോഡിനല്ല ഇട്ടാ തിരിച്ചു. ഇത് ആളും മനുഷ്യനൊന്നും ചെയ്യാത്ത റോഡാണ് ഇട്ടാ. പിന്നെ ഇത് നമുക്കറിയില്ല, അതൊക്കെ ഗൂഗിൾ മാപ്പ് പറഞ്ഞു തന്നെ. ഇവിടുത്തെ റോഡിന്റെ സൈഡിൽ മുഴുവൻ നമ്മളെ ചോളത്തെ കൃഷിയാണ് ഇട്ട കമ്പം. ഏകദേശം ഒരു 10-11 മണി ആയപ്പോൾ പള്ള വഹിച്ചപ്പോൾ നമ്മള് റോഡ് സൈഡിൽ ഒരു തട്ടുകടി കയറിയിട്ടാ ഭക്ഷണം കഴിക്കാൻ. അവിടെ നിന്ന് പൊറാട്ടയും ചട്ടനും പിന്നെ ഉള്ളിവടിയും തിന്നിട്ട് അതും കഴിച്ച് പിന്നെ നമ്മൾ അവിടെ യാത്ര തുടർന്നിട്ടാ. കർണാടകത്തിന്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് പോകുമ്പോൾ നമുക്ക് മൂത്രം ഒഴിക്കാൻ പറ്റും. അടുത്ത പമ്പ് കയറി മൂത്രം ഒഴിക്കുമ്പോഴാണ് നമ്മൾ ഐസ്ക്രീം വെക്കുന്ന ആളെ കണ്ടത്. അയാളൊക്കെ ആളും മോളെ ചോക്കോബാരം തിന്ന് വീണ്ടും നമ്മൾ യാത്ര തുടർന്നിട്ട് അവിടുന്ന് അത് പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത് ഈ കാണുന്ന ടൂറിസ്റ്റ് ബസ് ഇവിടെ നിന്ന് മലയാളികളെ എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഈ ടീമിനെ മാത്രം കണ്ടിട്ടുള്ളൂ. പെരിന്തൽമണ്ണുള്ള ഏത് സ്കൂളിലെ ടീമാട്ടെ ഇവര് 3 ബസ് ഉണ്ടായിരുന്നു. നമ്മൾ ചിക്കമംഗളൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്ന റോഡ് ഫുൾ അടിപൊളി നല്ല റോഡായിരുന്നിട്ടാ. പക്ഷേ എങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ റോട്ടുമ്പിലും ടോൾ ഉണ്ടായിരുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കാട്ടുകൂടിയായിട്ട് യാത്ര ചെയ്യുന്ന ഇതിന്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്തിൽ കാണാം.